ഹലോ എവരി വൺ, മൈ നെയിം ഈസ് ഹക്കീം മുഹമ്മദ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോട്ടോടൈപ്പിലെ 13th വീക്കിനെ കുറിച്ചാണ്. അതായത് DSA ഫസ്റ്റ് വീക്ക്. 13th വീക്ക് മുതൽ 15th വീക്ക് വരെ പ്രോട്ടോടൈപ്പിൽ DSA വീക്കുകളാണ്. ഈ 3 വീക്കുകളിൽ നമുക്ക് DSAക്ക് വേണ്ടി മാത്രം അലോക്കേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഒരു പക്ഷേ പ്രോട്ടോടൈപ്പ് ജേണിയിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള വീക്കുകൾ ഈ DSA വീക്കുകളായിരിക്കും. അപ്പോൾ DSA വീക്സ് എങ്ങനെ ക്രാക്ക് ചെയ്യാം, ഏതെല്ലാം വീഡിയോസാണ് ഞാൻ വാച്ച് ചെയ്തത്, എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, അതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീക്കിൽ നമ്മൾ കവർ ചെയ്യേണ്ട തിയറി പാർട്ട് എന്ന് പറയുന്നത് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം, അതുപോലെ തന്നെ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി എന്നതാണ്. പ്രോബബ്ലി ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ തന്നെ ഈ ഒരു തിയറി പാർട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ പ്രാക്ടിക്കൽ പാർട്ടിലേക്ക് വരുന്നേരം നമ്മൾ കവർ ചെയ്യേണ്ടത് കുറച്ച് ഡാറ്റ സ്ട്രക്ചറുകളാണ്. അതിൽ വരുന്നത് അറേ ഉണ്ട്, സ്ട്രിങ്, ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ 3 ഡാറ്റ സ്ട്രക്ചറും അതോടൊപ്പം തന്നെ റിക്കേഷൻ, ബൈനറി സെർച്ച്, ലീനിയർ സെർച്ച്, ഇത്രയും കാര്യങ്ങളാണ് 13th വീക്കിൽ നമ്മൾ കവർ ചെയ്യേണ്ടത്. അറേയും സ്ട്രിങ്ങും നമ്മൾ ഫെമിഗേഷൻ്റെ ടൈമിൽ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തതായിരിക്കും. അപ്പോൾ ആ ഒരു ലോജിക്കും അതുപോലത്തെ ക്വസ്റ്റ്യൻസുകളും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു DSA വീക്കിൽ. പിന്നെ നമുക്ക് പുതിയതായിട്ട് വരുന്നത് ലിങ്ക്ഡ് ലിസ്റ്റാണ്. ലിങ്ക്ഡ് ലിസ്റ്റിൽ തന്നെ ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയൊരു ഡാറ്റ സ്ട്രക്ചർ നമ്മൾ പഠിച്ചെടുക്കാൻ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടത് വരും. അപ്പോൾ ഞാൻ കോഡ് എവല്യൂഷൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം, JS തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റും അതിലുള്ള കുറേ ഓപ്പറേഷൻസ്, ഡിലീറ്റ്, ഇൻസേർട്ട്, സെർച്ച്, അതൊക്കെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത്രയൊക്കെയാണ് ഈ വീക്കിൽ വരുന്ന ടാസ്ക് എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ ഈ റിവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഫിമിഗേഷനിൽ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്തോ അതുപോലെ തന്നെ ഈ വീക്കുകളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രാക്ടിക്കൽ സൈഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ലിങ്ക് പ്രോട്ടോടൈപ്പിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടാക്കിയ ഒരു ആപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ കോഡ് എവല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ, അത് നോക്കിയിട്ടാണ് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക, അത് മാത്രമാണ് ഈ വീക്കിൽ നമുക്ക് ചെയ്യാനുള്ളത്. മില്ലിയനസ് ടാസ്കുകൾ പ്രോബബ്ലി കുറവായിരിക്കും. അത് കാരണം നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. നമുക്ക് ഇതൊക്കെ വർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ലോജിക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. അപ്പോൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് DSA വീക്കുകൾ പാസ്സാകാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.